ഫാം പർപ്പസിന് പറ്റിയതായിട്ടുള്ള നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടി ഇന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇപ്പോൾ നിലവിൽ ലൈവായിട്ടുള്ള സ്ഥലം. ഇതൊരു 3 വർഷം മുമ്പത്തെ ഫോട്ടോസും അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോസും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ആകെ വനനിബിഡമായി കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ എഴുതി ഇതിന്റെ ഉടമസ്ഥൻ തന്നെ ഒരു വീഡിയോ എഴുതി തയ്യാറാക്കിയതാണ് അന്ന് ഒരു 3 വർഷം മുന്നേ. അപ്പോൾ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിലെ ആദായം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-45 തെങ്ങുകളാണ്. പിന്നെ ഇതുപോലെ മീൻ വളർത്താൻ പറ്റിയ ഒരു കുളമുണ്ട്. താറാവിനെ വളർത്താനുള്ള തെങ്ങിന്റെ ചുറ്റുഭാഗത്തും അതിനതിൻ്റെതായിട്ടുള്ള ഓരോ കനാലുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ താമസ യോഗ്യമായിട്ടുള്ള ഒരു 3 ബെഡ്റൂമിന്റെ നല്ലൊരു വീടുണ്ട്. ഇതുണ്ട്. അതുപോലെ ആട് ഫാമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ആട് ഫാമും കോഴി ഫാമൊക്കെ. ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല തിരുവില്ലാമല മലേശമംഗലം ഭാഗത്തായിട്ടാണ്. പട്ടിപ്പറമ്പെന്നും നമുക്ക് ഈ സ്ഥലത്തേക്ക് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട തിരുവില്ലാമലയിൽപ്പെട്ട പട്ടിപ്പറമ്പെന്നും നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു റോഡ് ആക്സസ് ഉണ്ട്. അതിലൂടെ ഒരു ബസ് 1-2 ബസ്സൊക്കെ ഓടുന്നുണ്ട്. ആ ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് ഒരു 10-400 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ്. ഇതില് 2 ഏക്കർ 97 സെന്റാണ് പറമ്പ്. പറമ്പല്ല, ടോട്ടൽ സ്ഥലം. അതിനകത്ത് പകുതി നിലവും പകുതി പറമ്പും എന്ന് വെച്ചാൽ ഒരു 1.5 ഏക്കറോളം നിലവും 1.5 ഏക്കറോളം പറമ്പും. നിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ല, ആ തെങ്ങ് നിൽക്കുന്ന ഭാഗവും അതുപോലെ ഇതിന്റെ ഒരു ആടിന്റെ ഷെഡ് പണിതിട്ടുണ്ട്. ആട്ടും കൂടും കോഴിക്കൂടൊക്കെ ആയിട്ട്, മുകളിൽ ആട്ടും കൂടും താഴെ കോഴിക്കൂടൊക്കെ ആയിട്ടുള്ള കോഴി ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷെഡ്. അതുപോലെ ഇതൊരു വീട്. ഇതിൽ നല്ല രീതിക്ക് പൈസ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇഷ്ടിക കൊണ്ടൊക്കെ പണിത് അതിന് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം, 3 ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത്, കിച്ചൺ ഡൈനിങ് എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല രീതിക്ക് തന്നെ പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു വീട് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു 6000 ലിറ്ററിന്റെ ഒരു സിമെന്റിന്റെ ടാങ്ക്, വലിയൊരു ടാങ്ക് ഈ വീടിന്റെ പുറകു വശത്തേക്ക്, ഇത്തിരി ഹൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അവിടെ പണിതിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുക്കാനുള്ളതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തേക്ക് എന്ന് വെച്ചാൽ ഇതിന്റെ ഉടമസ്ഥൻ എറണാകുളം ഭാഗത്ത് സെറ്റിലായി. അവർക്ക് അവിടെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ പുതിയതായി തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് വരവും നോട്ടവും ഇല്ലാതായപ്പോൾ ചെയ്ത് അങ്ങനെ ലീസിനൊന്നും കൊടുക്കാൻ നിന്നില്ല. അതങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷം മുമ്പത്തെ ഫോട്ടോ ആണ്, നിങ്ങൾ ഈ വീഡിയോ ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഈ പുറകുവശത്താണ് ഈ 6000 ലിറ്ററിന്റെ ടാങ്ക് വരുന്നത്. അപ്പൊ ഇതിന് ഒന്നിച്ചിട്ട് ഇതിന്റെ ഉടമസ്ഥൻ വില പറഞ്ഞിരിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. 85 ലക്ഷം രൂപ കേട്ടോ. അത് പറമ്പും നിലവും കൂടെ മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഈ നിൽക്കുന്ന ഈ ഷെഡ് നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ നിലം കാറ്റഗറിയിൽ നിന്ന് കൺവെർട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആടും കാര്യങ്ങളും വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യം, ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഈ ആട് ഫാമിന് തൊട്ട് പുറകുവശമൊക്കെ മനോഹരമായ ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൽ 250-ഓളം കവുങ്ങുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ 3 വർഷത്തിൽ നോട്ടം ഇല്ലാതെയൊക്കെ ആയിട്ടൊക്കെ നശിച്ചു പോയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതിൽ പശു ഫാം തുടങ്ങാം, പോത്ത് വളർത്താം, അതല്ലെങ്കിൽ എന്തിനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലം. ഇഷ്ടംപോലെ ജലലഭ്യതയും അതുപോലെ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ 1-2 പ്രാവശ്യം കണ്ടോളൂ. വീഡിയോയിൽ കൂടെ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടാതെ ഞാൻ പറയുന്നതൊന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതിന് വില ഞാൻ പറഞ്ഞു 85 ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ഇതിന്റെ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക. അതിൽ 1.5 ഏക്കർ പറമ്പും 1.5 ഏക്കർ നിലവുമാണ്. എന്ത് പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലവും വീടുമാണ്. അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിലുള്ള വീഡിയോ ഞാൻ വീഡിയോന്റെ ഫൈനൽ ലാസ്റ്റ് ഭാഗത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ നിന്ന് തുടങ്ങാം നമുക്കിപ്പോ. കണ്ടോ, ഇതാണിപ്പോ നമുക്ക് ഇറങ്ങി വരാനുള്ള, ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വരാൻ വീടിന്റെ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടിലൂടെ തന്നെ കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട്. ഇപ്പൊ പഴയ വീഡിയോ ഞാൻ പറഞ്ഞ ഒരു 3 വർഷം മുമ്പത്തെ ഉള്ളതാണ്. ഇതാണിപ്പോ നമുക്ക് ഇവിടെ ഇതിൽ ചുറ്റും ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറെ കവുങ്ങുന്തൈകളൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ഇപ്പോൾ നാശനഷ്ടമായിട്ട് പോയിരിക്കുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ, വാങ്ങാൻ താല്പര്യമുള്ളവര് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീടിനും അതുപോലെ ഈ ഈ കോഴിയും ആടൊക്കെ വളർത്താനുള്ള ഷെഡിനൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. വലിയൊരു തേനീച്ചക്കൂട് ഉണ്ട് കേട്ടോ അവിടെ. അതിന് ചുറ്റും ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ അടച്ചു പൂട്ടി കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ടം ഇല്ലാതെ കിടക്കുകയാണ്. എന്നാൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ വന്ന് കയറുകയോ എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പൊ 2-3 വർഷമായിട്ട് ഇങ്ങോട്ട് എപ്പോഴേലും ഉടമസ്ഥൻ വന്ന് പോവും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതില് വെള്ളത്തിനായിട്ട് നിലവിൽ ബോർവെൽ കണക്ഷൻ വെള്ളമുണ്ട്. പിന്നെ ആ കുളമോ ആ തെങ്ങിന്റെ ചുറ്റുഭാഗമൊക്കെ താറാവ് വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പറമ്പും നിലവും കൂടെ മിക്സഡ് ആയി കിടക്കുന്ന ഭാഗങ്ങളാണ്. കുറേയേറെ തേക്കുമരങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്.
അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളെ മറക്കാതെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കണ്ട് ഓക്കെ ആവുകയാണെങ്കിൽ ഉടമസ്ഥനായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചുറ്റുഭാഗവും പുല്ലടിച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം അതിന് നമുക്ക് കാണാമെന്നാണ് ഉടമസ്ഥൻ പറയുന്നത്. കാരണം ഇപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ടൊന്ന് പുല്ലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാട് പിടിക്കും. അതുകൊണ്ട് ഈ വീഡിയോ പഴയ ഓൾഡ് വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് ഇവർക്ക് തൃപ്തി ആവുകയാണെങ്കിൽ വന്ന് കണ്ടോട്ടെ എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് വിളിച്ചോളൂ. തൃശ്ശൂർ ജില്ല തിരുവില്ലാമല പഞ്ചായത്തിലാണ്, മലേശമംഗലം ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ കൂടുകൾക്കൊന്നും യാതൊരു കേടുമില്ല കേട്ടോ. 2-3 വർഷമായിട്ട് നോട്ടക്കുറവാണെങ്കിലും കൂടുകൾക്കൊന്നും പ്രശ്നങ്ങളില്ല. നമുക്ക് താഴത്ത് കോഴി വളർത്താം, മുകളിൽ ആട് വളർത്താം. എന്തിനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പഴയ ഒരു 3 വർഷം മുന്നേ ഇതുപോലെ കണ്ടോ, പറമ്പ് കൂർക്ക കൃഷി ചെയ്തിട്ടുണ്ട്, വാഴ കൃഷി ചെയ്തിട്ടുണ്ട്, മീൻ വളർത്തിയിട്ടുണ്ട്. എന്തിനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ട് ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം.